കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞാണ് മരിച്ചത്. വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് ACP TK രത്നകുമാർ പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റാർട്ടിംഗ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളൊരു മുൻധാരണയോട് ഒന്നും പറയാൻ പറ്റില്ല. അവരെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. 3 കുട്ടികളും അച്ഛനും അമ്മയാണ് ഈ വീട്ടിലുണ്ടായത്. നമ്മൾ ശബ്ദം കേട്ടിട്ട് വന്നതാണ്. അപ്പോൾ വരുമ്പോഴേക്ക് ഇവരെന്നെ പോലീസിനെ വിളിച്ചിട്ട് ബോഡി എടുത്ത് കൊണ്ടുപോയിരുന്നു. നമ്മൾ വരുമ്പോഴേക്ക് ബോഡി എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ബൈക്കിലാണ് കൊണ്ടുപോയത്. ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ പിന്നെ പോലീസ് വന്ന് എല്ലാം നോക്കുകയും ചെയ്തു. മരിച്ചിട്ടുണ്ടായിരുന്ന ഇവരെടുത്തവർ പറഞ്ഞത് ഇവൻ്റെ അച്ഛനും അമ്മയും ശബ്ദം ഉണ്ടാക്കിയാരോ ഇവരെല്ലാം കൗട്ടീനെ കാണുന്നില്ല എന്നിട്ട് മൊത്തം പരുതിയപ്പോൾ പിന്നെ കിണർ നോക്കി അന്നേരം കിണറിൽ ഇങ്ങനെ കവിഞ്ഞ് കുട്ടിയുണ്ടായിരുന്നാ പറഞ്ഞത്. ഇവരെന്തെങ്കിലും സംശയം പറയുന്നുണ്ട്? ആരും എങ്ങനെ കൊണ്ടിട്ടു? അതൊന്നും പറയുന്നുണ്ട്. ഇവരുമായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ല. ഈ ഒച്ച കേട്ടിട്ടില്ല. രക്ഷിതാക്കൾ കരഞ്ഞിട്ടാണ് ഇവർ വന്നിന്നാ പറഞ്ഞത്. അർജുൻ കല്യാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, പോലീസ് പറയുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കുഞ്ഞിനെ ആരെങ്കിലും അവിടെ എടുത്തുകൊണ്ട് ഇട്ടതാവാനല്ലേ വഴിയുള്ളൂ. ഈ രക്ഷിതാക്കൾക്ക് പങ്കുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പോലീസ് സൂചന നൽകുന്നുണ്ടോ? അരുൺ, ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം ഒരു പ്രതികരണം നടത്താം എന്നുള്ളതാണ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ള സിറ്റി ACP ആയിട്ടുള്ള TK രത്നകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് ഇപ്പോൾ ആ രക്ഷിതാക്കളാണ് ഇത് ചെയ്തതെന്ന് പറയാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരമൊരു സംശയം പോലീസിന് ഉണ്ട് താനും. കാരണം ഒരു 4 വയസ്സ് മാത്രം പ്രായമായ ഒരു കുഞ്ഞ് ഒരു കാരണവശാലും തനിയെ ഇത്തരമൊരു കിണറിലേക്ക് പോയി വീഴാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളത് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അച്ഛന്റെയും അമ്മയുടെയും കൂടെ കഴിഞ്ഞിരുന്ന കുട്ടി ഈ കിണറ്റിലേക്ക് വീണത്, അത് പിന്നീട് മരണം സംഭവിച്ചത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റാരുടെയെങ്കിലും സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അയൽവാസികളായിട്ടുള്ളവരെല്ലാം തന്നെ പറയുന്നത് രാത്രി കരച്ചിൽ കേട്ട് അവിടത്തേക്ക് എത്തുമ്പോൾ തന്നെ, അതായത് രക്ഷിതാക്കളുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ അവിടത്തേക്ക് ഓടിക്കൂടുന്നത്. അതിനു മുൻപ് തന്നെ ഒരു കുഞ്ഞിനെ ബൈക്കിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കിണറ്റിൽ മരിച്ച നിലയിലാണ് ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ കുഞ്ഞ് തനിയെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടന്നു പോയോ ഈ കിണറിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും അതുപോലെ തന്നെ അയൽവാസികളിൽ നിന്നുള്ള പ്രതികരണത്തിലെല്ലാം തന്നെ വ്യക്തമാവുന്നു. എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. താങ്ക് യു അർജുൻ.